വെയ്റ്റ് ട്രെയിനിങ് ഇപ്പോൾ നമ്മൾ 90s കിഡ്സും 2K കിഡ്സിൻ്റെ ഇടയിലെ ട്രെൻഡിങ് ആണ്. പക്ഷേ ഇതിൻ്റെ സയൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അറിവ് കുറവാണ്. ശരിക്കും വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വെറും 10 ആഴ്ചകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്താൽ തന്നെ നമ്മുടെ മസിൽ മാസ് വർദ്ധിക്കും, ശരീരത്തിലെ കൊഴുപ്പ് കുറയും, നമ്മുടെ മെറ്റബോളിസം വേഗത്തിലാക്കും. ഹൃദയാരോഗ്യത്തിന് വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? സ്ഥിരമായി വെയ്റ്റ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയും, LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും HDL അഥവാ നല്ല കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് എല്ലുകൾക്ക് എന്തെങ്കിലും ഗുണം? വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എല്ലുകളുടെ ബലം വർദ്ധിക്കുകയും അത് നമുക്ക് ശക്തമായിട്ടുള്ളൊരു ബലമുള്ള എല്ലുകൾ ലഭിക്കാനായിട്ട് വെയ്റ്റ് ട്രെയിനിങ് സഹായിക്കുന്നു. അതുപോലെ ബോൺ മിനറൽ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്ര നേരം നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ? വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി കുറയ്ക്കും. അത് സ്വാഭാവികമായും നമ്മുടെ സന്തോഷം നിലനിർത്താൻ നമ്മളത് സഹായിക്കും. ശരീരത്തിൻ്റെ ശക്തി വർദ്ധിക്കുമ്പോൾ സെൽഫ് എസ്റ്റീമും ബോഡി ഇമേജും മെച്ചപ്പെടും. ഇത് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. വെയ്റ്റ് ട്രെയിനിങ് ശരിക്കും എത്ര സമയം ചെയ്യണം? ഒരാഴ്ചയിൽ എത്ര ദിവസം ചെയ്യേണ്ടി വരും? പുതിയ സ്റ്റഡി പ്രകാരം ആഴ്ചയിൽ 3-4 ദിവസം 48 മണിക്കൂറോളം ഇടവേള എടുത്തിട്ട് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണം എന്നാണ് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ശരിയായിട്ടുള്ള വിശ്രമം, ശരിയായിട്ടുള്ള ഉറക്കവും ശരീരത്തിന് നൽകേണ്ടതാണ്. ശരിക്കും വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഹോർമോൺസുകൾ റിലീസാകുമോ? വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ നിരവധി ഹോർമോൺസ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രധാന ഹോർമോൺസ് ആണ് ബ്രെയിനിൽ റിലീസ് ആവുന്നത്? പ്രധാനമായിട്ടും തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എൻഡോർഫിൻസ്, ഡോപ്പമിൻ, സെറോട്ടോണിൻ, BDNF, ഗ്രോത്ത് ഹോർമോൺ, ടെസ്റ്റോസ്റ്റെറോൺ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. വെയ്റ്റ് ട്രെയിനിങ് ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് സഹായിക്കുന്നുണ്ടാവുക? വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മൂഡ് മെച്ചപ്പെടുത്തുന്നു. അതിലൂടെ ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ കുറയ്ക്കും. കൂടാതെ ഫോക്കസ് ആൻഡ് മോട്ടിവേഷൻ നമുക്ക് വർദ്ധിപ്പിക്കും. ജോലി, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ മെമ്മറി ലേണിംഗ് ഒക്കെ നമുക്ക് വർദ്ധിക്കും. ബ്രെയിൻ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മസിൽ ഗ്രോത്ത് ആൻഡ് ഫാറ്റ് ലോസ്, ഒരു ലീൻ സ്ട്രോങ് ബോഡി നമുക്ക് ലഭിക്കും. ഇതിലൂടെ ഒക്കെ തന്നെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കും. ഈ വെയ്റ്റ് ട്രെയിനിങ് ശരിക്കും സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണോ അതോ പുരുഷന്മാർ മാത്രം ചെയ്യേണ്ട ഒന്നാണോ? വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. സ്ത്രീകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അവർക്ക് ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ബോൺ ഹെൽത്ത് ആൻഡ് ഹോർമോൺ ലെവൽ ഇംപ്രൂവ് ചെയ്യാനും വെയ്റ്റ് ട്രെയിനിങ് സഹായിക്കുന്നു. ചില സ്ത്രീകൾക്കൊരു പേടിയുണ്ട്, അവർക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി ബൾക്കാവും എന്നുള്ളൊരു പേടിയുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു പേടിയുടെ ആവശ്യം വരുന്നില്ല ഇവിടെ. കാരണം അവരുടെ ഒരു ഹോർമോൺ ലെവൽ വെച്ചിട്ട് സ്ത്രീകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അവർക്ക് ലീൻ ആൻഡ് ഒരു ടോൺ ലുക്കാണ് അവർക്ക് കിട്ടുക. വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇതിലൂടെ അവരുടെ ബോൺ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും, ഓസ്റ്റിയോപൊറോസിസ് അതുപോലെ ഫ്രാക്ചർ റിസ്ക് ഒക്കെ കുറയ്ക്കും, ഹോർമോൺ ബാലൻസ് കറക്റ്റാക്കും. ഇതിലൂടെ PCOS, തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത കുറയ്ക്കും. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കുന്നു. പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം റിക്കവറി, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറയ്ക്കും. അതുപോലെ തന്നെ ഹെൽത്തി ഏജിങ്, 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മസിൽ ലോസ് ഒക്കെ ഇത്തരം വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ കുറയ്ക്കാൻ കഴിയും. PCOS, മെനോപോസ് ഉള്ളവർക്ക് വെയ്റ്റ് ട്രെയിനിങ് എങ്ങനെ സഹായകരമാകും? ഇത്തരം സ്ത്രീകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ഒപ്പം തന്നെ PCOS സിംറ്റംസ് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ മെനോപോസ് സമയത്ത് ബോൺ ഡെൻസിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. അതൊരു ഫ്രാക്ചർ റിസ്ക് കുറയ്ക്കാനായിട്ടും വെയ്റ്റ് ട്രെയിനിങ് സഹായിക്കുന്നു. ഒപ്പം തന്നെ മൂഡ് സ്വിങ്, ഹോട്ട് ഫ്ലഷസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വെയ്റ്റ് ട്രെയിനിങ് വളരെയധികം സഹായിക്കുന്നു. വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും സേഫ് ആൻഡ് പവർഫുൾ ഹെൽത്ത് ടൂളാണ്. ഹോർമോൺസ് ബാലൻസ് ചെയ്യാനും ബ്യൂട്ടി ആൻഡ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് വെയ്റ്റ് ട്രെയിനിങ്. അതുപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ് ശരീരത്തെയും മനസ്സിനെയും ശക്തമാക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റിംഗ് ടൂളാണ്.